ആരാണ് ജന്മി? ജന്മാവകാശമുള്ള വസ്തുക്കൾ അനുഭവിക്കുന്നയാളാണ് ജന്മി. ജന്മൻ മുഴുവൻ, അതായത് ജീവിതകാലം മുഴുവൻ ആ അവകാശം വെച്ച് പുലർത്തുന്നതിൽ നിന്നാണ് ഒരു ജന്മിയുടെ ഉത്ഭവം എന്ന് പറയാം. ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്ന നിലയിൽ ജന്മി സമ്പ്രദായത്തിൻ്റെ ആരംഭം ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ വിശദീകരിക്കാനാവൂ. കേരളത്തിൽ ദൂരവ്യാപക ഫലങ്ങൾ ഉളവാക്കിയ നൂറ്റാണ്ടു യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ചേരചോള യുദ്ധമാണ് ജന്മി സമ്പ്രദായത്തിൻ്റെ ആരംഭത്തിന് വേഗം കൂട്ടിയത്. അക്കാലത്ത് മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് കുലശേഖര സാമ്രാജ്യം എന്നൊരു ശക്തമായ രാജ്യമുണ്ടായിരുന്നു. കുലശേഖര സാമ്രാജ്യം കൂടാതെ ശക്തമായിരുന്ന മറ്റൊരു ഭരണകൂടം ചോളന്മാരോടേതായിരുന്നു. ഒരിക്കൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. രാജരാജ ചോളൻ്റെയും രാജേന്ദ്ര ചോളൻ്റെയും കുലോത്തുംഗർ ചോളൻ്റെയും ഒക്കെ കാലത്ത് രൂക്ഷമായ സംഘടന നടന്നു. ഒരു നൂറ്റാണ്ടോളം യുദ്ധം നീണ്ടു നിന്നു. ഇതിനിടയ്ക്ക് രാജ്യത്തിൻ്റെ അതിർത്തി കൂടിയും കുറഞ്ഞും ഇരുന്നു. അങ്ങനെ AD 1102 ചോളന്മാരുടെ ആക്രമണത്തിൽ ചേര സാമ്രാജ്യം തകരുകയും രാജാവായ രാമവർമ്മ കുലശേഖര പെരുമാൾ വേണാട്ടിൽ, അതായത് കൊല്ലത്ത് അഭയം പ്രാപിക്കുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഭരണാധികാരികളുടെയും മറ്റ് അധികാരികളുടെയും ഒന്നും ശ്രദ്ധ ക്ഷേത്രം ഭരണകാര്യങ്ങളിൽ പതിയുന്നില്ലെന്ന് കണ്ടപ്പോൾ ക്ഷേത്ര നടത്തിപ്പുകാരായ ബ്രാഹ്മണർക്ക് സ്വാർത്ഥമോഹികളായിട്ട് മാറി. അവർ തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചു തുടങ്ങി. അനാവശ്യമായിട്ട് നികുതി വർദ്ധിപ്പിക്കുകയും ചുങ്കം ചുമത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ വമ്പിച്ച സ്വത്ത് കുമിഞ്ഞുകൂടി. അങ്ങനെ നൂറ്റാണ്ട് യുദ്ധം അവസാനിച്ചപ്പോഴേക്കും ക്ഷേത്രം വക സ്വത്തുക്കളുടെ രേഖകൾ മിക്കതും നശിപ്പിക്കപ്പെടുകയും അതെല്ലാം ബ്രാഹ്മണരിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ ക്ഷേത്രം ഭരണാധികാരികളായ ബ്രാഹ്മണർ വമ്പിച്ച സ്വത്തിന് ഉടമകളായി തീർന്നു. ഇങ്ങനെയാണ് ജന്മി സമ്പ്രദായത്തിൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം.